ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ചില ദിവസങ്ങളിലെങ്കിലും നമുക്ക് തിരക്ക് പിടിച്ച് ഫുഡ് റെഡിയാക്കേണ്ടി വരാറില്ലേ? അപ്പോഴൊക്കെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തേത്. ഒരച്ചാറുണ്ടെങ്കിൽ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഈ ഒരു എഗ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യം വേണ്ടതെല്ലാം ഒന്ന് പറയാം. 1 കപ്പ് ബസ്മതി റൈസ് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. ബസ്മതി റൈസ് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് റൈസ് വേണമെങ്കിലും ഈ ഒരു എഗ് റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി വേണ്ടത് മുട്ടയാണ്. ഞാനൊരു 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു എഗ് റൈസിന് വേണ്ട ഗ്രീൻ മസാല റെഡിയാക്കുന്നതിന് വേണ്ടതെല്ലാം ഒന്ന് കാണാം. 1 പിടി പുതിയനില, 1 പിടി മല്ലിയില, 5 പച്ചമുളക്, 4 വെളുത്തുള്ളി, 1 വാളം ചെറുള്ളി എടുത്തതിന് പകരം ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവോള എടുത്താലും മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഇത് ഓരോന്നും മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ മസാല പേസ്റ്റും റെഡിയായി. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറിപ്പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാലയിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാലയുമായിട്ട് മുട്ട നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കൊത്തി പൊരിച്ച് വേവിച്ചെടുക്കണം. മുട്ട വേവായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേവിച്ച് വെച്ച റൈസ് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കി എടുത്താൽ ഗ്രീൻ എഗ് റൈസ് റെഡി. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഹെൽത്തി റൈസ് റെസിപ്പിയാണിത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും ഇത് നല്ലതാണ് കേട്ടോ. ഒരച്ചാറോ സാലഡോ ഉണ്ടെങ്കിൽ അത് മതി ഈ മുട്ടച്ചോറ് കഴിക്കാൻ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.